Hi, welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. ഇന്ന് നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻജിയോസ്പേമിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചു മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഏതാണ് ആൻഡ്രേഷ്യം. ആൻഡ്രേഷ്യത്തിൽ നിന്ന് എങ്ങനെ പൊള്ളൻഗ്രെയിൻ ഉണ്ടായി, പൊള്ളൻഗ്രെയിൻസിൽ നിന്ന് ദ മെയിൽ ഗ്യാമേറ്റ്സ് 2 മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടായി. അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. സ്ട്രക്ചർ ഓഫ് പൊള്ളൻ പഠിച്ചു, സ്ട്രക്ചർ ഓഫ് ആന്തർ പഠിച്ചു അല്ലേ, സ്ട്രക്ചർ ഓഫ് മെച്യൂർ ആന്തർ, സ്ട്രക്ചർ ഓഫ് മെച്യൂർ പൊള്ളൻ ഗ്രെയിൻസ് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പൊള്ളൻ ഗ്രെയിൻസ്, പൊള്ളൻ വയബിലിറ്റി. ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസിൽ പാർട്ട് 2 അല്ലേ, പാർട്ട് 2 സെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻജിയോസ്പേം പാർട്ട് 2. ഏതിൽ തന്നെയാണ് ഈ പാർട്ട് വരുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ്. ഓക്കെ, ഏതാണ് ആ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആൻഡ് സ്ട്രക്ചറിൽ ഗൈനീഷ്യത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഗൈനീഷ്യം. ഗൈനീഷ്യം ഈസ് ദ എന്താണ് ഇന്നർമോസ്റ്റ് വേൾ ഓഫ് എ ഫ്ലവർ ആണ്, വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫീമെയിൽ ഫ്ലവർ, പിസ്റ്റിൽ ഓർ കാർപ്പൽ അല്ലേ. അപ്പോൾ ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് ഗൈനീഷ്യം. ഓക്കെ, ഇനി ഇതിൽ ഈ ഗൈനീഷ്യം ഈസ് ദ വേൾ ഓഫ് എന്താണ്, ഇറ്റ് ഈസ് ദ റിംഗ് ഓഫ് pistil or carpels. In some plants the flower contain only one pistil. അങ്ങനെയുള്ള ഫ്ലവറിന് എന്താ പറയുക? മോണോകാർപ്പലറി എന്ന് പറയും അല്ലേ. മോണോകാർപ്പലറി, സിംഗിൾ ഒരേ ഒരു പിസ്റ്റിൽ ഓർ കാർപ്പൽ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മോണോകാർപ്പലറി. ഇഫ് എ ഫ്ലവർ കണ്ടെയ്ൻ മോർ ദാൻ 1 പിസ്റ്റിൽ ആണെങ്കിൽ, 2 ആണെങ്കിൽ ഡൈകാർപ്പലറി, അങ്ങനെ പറയേണ്ട. മോർ ദാൻ 1 പിസ്റ്റിൽ ആണെങ്കിൽ ആ ഒരു ടേം നമ്മൾ എന്താ പറയുക? മൾട്ടി കാർപ്പലറി എന്ന് പറയുന്നത് മോർ ദാൻ വൺ പിസ്റ്റിൽ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൾട്ടി കാർപ്പലറി പിസ്റ്റിലിൽ 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ കുറേ കാർപ്പൽസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ കുറേ കാർപ്പൽസിൽ എല്ലാ കാർപ്പൽസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് എന്ന് പറയും. എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത് പപ്പാവറിൻ്റെ ഫ്ലവറിൽ എല്ലാ കാർപ്പൽസും ഫ്യൂസ് ചെയ്തിട്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ പപ്പാവർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് ഫ്ലവർ. ഓക്കെ, ഇനി മൾട്ടി കാർപ്പലറി അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെൻ ബൈ അപ്പോകാർപ്പസ്? നമ്മൾ +1 ബയോളജിയിൽ മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ മീൻസ് ഫ്രീ, സിൻകാർപ്പസ് മീൻസ് ഫ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഓൾ കാർപ്പൽസ് ആർ, ഇവിടെ ഫ്യൂസ്ഡ് ആയിരിക്കും, കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ആയിരിക്കും. ഇവിടെ ഓൾ കാർപ്പൽസ് ആർ ഫ്രീ ആയിരിക്കും അല്ലേ. ഈ അപ്പോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഓൾ കാർപ്പൽസ് ആർ ഫ്രീ ഇൻ മൾട്ടി കാർപ്പലറി ഫ്ലവർ. ഓക്കെ, അങ്ങനെയുള്ളതിനെ കണ്ടീഷന് പറയുന്ന പേരാണ് മൾട്ടി കാർപ്പലറി അപ്പോ കാർപ്പസ് കണ്ടീഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, നമ്മളെല്ലാവർക്കും അറിയാം, മൈക്കേലിയ, ചെമ്പകപ്പൂവ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ചെമ്പകപ്പൂവിൻ്റെ പെറ്റൽസൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുമ്പോൾ അതിലൊരു കിരീടം പോലെ ഒരു നിറയെ കാർപ്പൽസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് മൾട്ടി കാർപ്പലറി അപ്പോകാർപ്പസ് ഗൈനീഷ്യത്തിന് എക്സാമ്പിൾ ആണ് ഏതാ ഫ്ലവർ? മൈക്കേലിയ ഈസ് എക്സാമ്പിൾ ഫോർ മൾട്ടി കാർപ്പലറി അപ്പോകാർപ്പസ് ഗൈനീഷ്യം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഗൈനീഷ്യം എന്താണ്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇഫ് ദ ഗൈനീഷ്യം കണ്ടെയ്നിങ് ഓൺലി 1 pistil or carpel, it is known as monocarpellary gynecium. If the gynecium contain more than 1 carpels, it is known as multicarpellary gynecium. If in a multicarpellary gynecium all the carpels are free, it is that condition is termed multicarpellary. ഫ്രീ ആണെങ്കിൽ മൾട്ടികാർപ്പലറി അപ്പോകാർപ്പസ് ഗൈനീഷ്യം. ഇഫ് ഓൾ ദ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ്, then that type of gynecium is known as multicarpellary syncarpus. Example for apocarpus നമ്മുടെ ചെമ്പകപ്പൂവ്, മൈക്കേലിയ. Example for multicarpellary syncarpus gynecium, പപ്പാവർ. Clear? Okay.
ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്നെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് ഗൈനീഷ്യം. ഗൈനീഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് പിസ്റ്റിലാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഒരു സിംഗിൾ പിസ്റ്റിൽ ഓർ കാർപ്പലിൻ്റെ സ്ട്രക്ചറാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈച്ച് പിസ്റ്റിൽ ഓർ കാർപ്പൽ ഹാസ് 3 പാർട്സ്. ഏതൊക്കെയാണ് 3 പാർട്സ്? ഫസ്റ്റ് ഈസ് ഏതാണ്? 2, 3. അടിയിൽ ബേസലായിട്ട് ഒരു സൊള്ളനായിട്ടുള്ള പോർഷൻ ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഓവറി. ഓവറീൻ്റെ എക്സ്റ്റൻഷൻ മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്ലെൻഡർ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതാണ് സ്റ്റൈൽ. സ്റ്റൈലിൻ്റെ tip portion of the style is receptive for the pollen grains and that region is known as stigma. അപ്പോൾ stigma, this is style, and swollen base which is known as ovary. അപ്പോൾ ഏതൊക്കെ പാർട്ട് നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓർഡർ അനുസരിച്ചിട്ട് ഏറ്റവും അപ്പർ പാർട്ട് ഈ സ്റ്റിഗ്മ വിച്ച് ഈസ് റിസപ്റ്റീവ് ഫോർ പൊള്ളൻ ഗ്രെയിൻസ്. നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റൈൽ. Style is the stalk and the basal swollen bulged part is the ovary. Clear? ഇനി ഈ ഓവറിനുള്ളിലാണ് നമ്മൾ പറഞ്ഞു മൈക്രോസ്പോറോജെൻസിസിൽ ബൈലോബിഡ് ആന്തറിൻ്റെ ഉള്ളിലാണ് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടായിരുന്നത് അല്ലേ. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലെ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ തന്നിട്ടാണ് പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടായത്. ആ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലാണ് 2 മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ടായത്. ഇതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓവറിയുടെ ഉള്ളിലാണ് ഏതുണ്ടായിരിക്കാം? മെഗാസ്പൊറാഞ്ചിയം എന്നറിയപ്പെടുന്ന ഓവ്യൂൾ. ഏതാണ് മെഗാസ്പൊറാഞ്ചിയം ഓഫ് എ ഫ്ലവർ ഈസ് ഈക്വൽ ടു ഏതാണ്? മെഗാസ്പൊറാഞ്ചിയം എന്നറിയപ്പെടുന്നത് ഓവ്യൂളാണ്. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ആന്തറിൻ്റെ ഉള്ളിൽ 4 സേക്കായിരുന്നു അല്ലേ, പൊള്ളൻ സേക്ക്. ഇവിടെ മെഗാസ്പൊറാഞ്ചിയം എന്നറിയപ്പെടുന്നത് ഓവറിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ഓവ്യൂൾ അല്ലേ. ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂൾ കാണപ്പെടുന്നു. ഇൻസൈഡ് ദി ഓവറി ദർ ഈസ് ഒരു ക്യാവിറ്റി ഉണ്ടായിരിക്കും. ആ ക്യാവിറ്റീനെ പറയുന്ന പേരാണ് ലോക്യൂൾ. ഈ ലോക്യൂളിൽ എന്തുണ്ട്? പ്ലാസൻ്റ ഉണ്ടായിരിക്കും. ഈ പ്ലാസൻ്റയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓവ്യൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഓവ്യൂൾസ് ഓൺ പ്ലാസൻ്റ വിത്തിൻ ദ ഓവറി ഈസ് നോൺ ആസ് പ്ലാസൻറ്റേഷൻ. നമ്മൾ മോർഫോളജിയിൽ +1 ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഓവ്യൂൾ ഓൺ പ്ലാസൻ്റ വിത്തിൻ ദ ഓവറി ഈസ് നോൺ ആസ് പ്ലാസൻറ്റേഷൻ അല്ലേ. അപ്പോൾ എവിടെയാണ് ഓവ്യൂൾ കാണപ്പെടുന്നത്? ഓവ്യൂൾ കാണപ്പെടുന്നത് ഓവറിയിലുള്ളിൽ ഒരു ലോക്യൂളിൽ പ്ലാസൻ്റയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓവ്യൂൾ കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ ഓവ്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവ്യൂൾ ഈസ് ദ മെഗാസ്പൊറാഞ്ചിയം. ഓവ്യൂൾ ഈസ് ദ മെഗാസ്പൊറാഞ്ചിയം ഓഫ് ദി ഫ്ലവർ. മെഗാസ്പൊറാഞ്ചിയം ഓഫ് ദി ഫ്ലവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓവ്യൂൾ ഈസ് നോൺ ആസ് ദി മെഗാസ്പൊറാഞ്ചിയം ഓഫ് ദി ഫ്ലവർ, ഫീമെയിൽ ഫ്ലവർ ഓക്കെ ഓഫ് ദി ഗൈനീഷ്യം. മെഗാസ്പൊറാഞ്ചിയമാണ് ഓവ്യൂൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ മാംഗോയിൽ ഓൺലി 1 സീഡേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ഇതിന്ന് മനസ്സിലാവണ്ടേ? ഈ മാംഗോൻ്റെ ഫ്ലവറിൻ്റെ ഓവറിയിലുള്ളിൽ ഒരേ ഒരു ഓവ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കറിയാം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി എന്തായിട്ട് മാറും? ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഓവ്യൂള് സീഡായിട്ട് മാറും അല്ലേ. ഓവ്യൂള് സീഡായിട്ട് മാറും. അപ്പോൾ ഒരു സീഡ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു സീഡ് ഉള്ളെങ്കിൽ ഒരു സീഡുള്ള ഫ്ലവറിലൊക്കെ ഓവറിയിലുള്ളിൽ ഒരു ഓവ്യൂളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഒരു സീഡുള്ള ഫ്രൂട്ട്സൊക്കെ എന്തായിരിക്കും? അതിൻ്റെ ഫ്ലവറിൽ ഒരു ഓവ്യൂളേ ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ കുറേ സീഡുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പപ്പായ, വാട്ടർമെലൺ, സിട്രസ്, ഓർക്കിഡ്സ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കുരു അല്ലേ. കുരു എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കുരു എന്ന് പറയും. ഏതാണത്? സീഡ് ഉണ്ട്, വിത്തുണ്ട്. അപ്പോൾ എന്താ ഇതിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പപ്പായൊക്കെ എക്സാമ്പിൾ ഫോർ എന്താണ്? കുറേ ഓവ്യൂളുള്ള ഫ്ലവറിന് എക്സാമ്പിളാണ് പപ്പായൻ്റെ ഫ്ലവറിൽ കുറേ ഓവ്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 1 ഓവ്യൂൾ ഉള്ള ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പറഞ്ഞത്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. വീറ്റ്, നമ്മുടെ ഗ്രാമിനെ ഫാമിലി പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളിൽ വരുന്ന വീറ്റ്, പാഡി, സീരിയൽസൊക്കെ. ആൻഡ് ഓൾസോ ഡൈക്കോട്ട് പ്ലാന്റ് ആയിട്ടുള്ള മാംഗോ. നമുക്കറിയാം മാംഗോയിൽ ഒരു സീഡേ ഉള്ളൂ അല്ലേ. ഇനി മെനി ഓവ്യൂളുള്ള
ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മളെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യം ഒന്ന് ആലോചിക്കാം. അപ്പം മെനി ഓവിലുള്ളത് എന്ന് പറഞ്ഞാൽ മിനി സീഡുള്ളത്. മിനി സീഡുള്ള ഫ്ലവേഴ്സിന് ചെടികൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പപ്പായ, വാട്ടർമെലൺ. എക്സാമ്പിൾസ് ആർ പപ്പായ, വാട്ടർമെലൺ, സിട്രസ് ആൻഡ് ദ ഓർക്കിഡ്സ്. ഇതിലൊക്കെ നിറയെ സീഡ്സ് ഉണ്ടായിരിക്കും ഫ്രൂട്ട്സിൽ. അപ്പോൾ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഫ്ലവറിൽ കുറേ ഓവിൽസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ എക്സാമ്പിൾസ് മറക്കരുത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. ഓവ്യൂളിൻ്റെ ഓവറിയിലുള്ളിലുള്ള ഓവ്യൂൾ മൈക്രോസ്കോപ്പിലൂടെ അല്ലെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിലെ കൂടെ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഓവ്യൂൾ കാണപ്പെടും അല്ലേ? ഈ ഓവ്യൂൾ എങ്ങനെയായിരിക്കുന്നത് എന്നാണ് അതിൻ്റെ സ്ട്രക്ചറാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ പറയാം അല്ലേ? സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. ഇനി ഈ ഓവ്യൂൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ഓർത്തോട്രോപ്പസ്, അനാട്രോഫസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓവ്യൂൾ ഉണ്ട് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് മൈക്രോപൈലാർ, ചെലാസൽ ആൻഡ് ഫ്യൂണിക്കുലാർ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അത് നമുക്ക് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഈ ക്ലാസ് തീരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ഓർത്തോട്രോപ്പസ് ഓവ്യൂളിൻ്റെ നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ എന്ന് അറിയണം. വളരെ സിമ്പിളാണ്. അത് ഓവ്യൂളിൻ്റെയും ഓവ്യൂളിലെ മൈക്രോപൈലാർ ആൻഡ് ചെലാസൽ ഫ്യൂണിക്കിൾ എന്താണെന്ന് ഇപ്പോൾ പറയും നമ്മൾ. അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവ്യൂൾസ് ഉണ്ട്. അത്രയേ ഉള്ളൂ. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല ടെക്സ്റ്റിൽ, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നതിന് ശേഷം കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ട്, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം. ആരാണ് മെഗാസ്പൊറാഞ്ചിയം? ഓവറിയുടെ ലോക്യൂളിൻ്റെ ഉള്ളിൽ പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓവ്യൂൾ ആണ് മെഗാസ്പൊറാഞ്ചിയം. സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ എന്നായിരിക്കില്ലേ ചോദിക്കുക. എന്തായിരിക്കും ചോദിക്കുക? സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മളിനി സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾസ് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഫിഗർ ഒന്ന് നോക്കുക കേട്ടോ. ഫിഗർ നമ്മളൊപ്പം വരച്ച് പോവാം. ഇതാണ് ഫിഗർ. Okay, these are the integuments. Then here there is an opening. Sorry, ഇവിടെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഇതൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ ഇവിടെയായിട്ട് എന്തുണ്ട്? ഒരു കവറിങ് ഉണ്ട്. ഓക്കെ, കവറിങ്. ഇനി ഇവിടെയുണ്ട് ആ കവറിങ്. ഓക്കെ, ഇനി ഈ ഇൻഡിഗ്മെൻറ്റ്സ് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഈ ഷേപ്പിലോട്ട് വരും. ഓക്കെ, ഈ ഷേപ്പിലോട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഓപ്പണിംഗ് ഉള്ള റീജിയൻ ഉണ്ടല്ലോ, ഇവിടെ ഇൻഡഗ്മെൻറ്റ്സ്, അതായത് ഇതാണ് ഓവ്യൂളിൻ്റെ സ്റ്റോക്ക്. ഓക്കെ, ഓവ്യൂളിൻ്റെ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് എന്താണ്? ഫ്യൂണിക്കിൾ. ഓവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ദ പ്ലാസൻഡ ഓർ ഓവേറിയൻ വോൾ ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക്. ഒരു തണ്ട്, ഒരു സ്റ്റോക്ക്, ആ പിടി, അതിന് പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ദി സ്റ്റോക്ക് ഓഫ് ഓവ്യൂൾ ഈസ് നോൺ ആസ് ഫ്യൂണിക്കിൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? ഈ ഓവ്യൂളിൻ്റെ ഇതാണ് സ്റ്റോക്ക്. ഇത്രയും പോർഷനാണ് ഓവ്യൂളിൻ്റെ ബോഡി, ഇത്രയും പോർഷൻ. ഓക്കെ, ഈ ബോഡി ഓഫ് ഓവ്യൂൾ ഉണ്ടല്ലോ, ഈ ബോഡി ഓഫ് ഓവ്യൂള് സ്റ്റോക്കായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ബോഡി ഓഫ് ഓവ്യൂൾ ടു ദി ഫ്യൂണിക്കിൾ ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് നോൺ ആസ് ഹൈലം. എന്താ പറയുക? ഹൈലം എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ പറയാം ഇതാണ് ഓവ്യൂളിൻ്റെ ബോഡി.
ഈ ഓവലിൻ്റെ ബോഡിക്ക് ഒരു ഔട്ടർ കവറിങ്സ് ഉണ്ടായിരിക്കും. ഇതൊരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് ഇൻറ്റെഗ്മെൻറ്റ്സ്. എന്താ പറയുക? ഇൻറ്റെഗ്മെൻറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, എന്താ പറയുക? ഇതിനെ ഇൻറ്റെഗ്മെൻറ്റ്സ് എന്നറിയപ്പെടുന്നു. ഔട്ടർ ആൻഡ് ഇന്നർ ഇൻറ്റെഗ്മെൻറ്റ്സ്. ക്ലിയർ? ഇതാണ് ഇൻറ്റെഗ്മെൻറ്റ്സ്. ഓക്കെ, ഇത് ഔട്ടർ ഇൻറ്റെഗ്മെൻറ്റ്, ഇത് ഇന്നർ ഇൻറ്റെഗ്മെൻറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ശ്രദ്ധിക്കുക. ഇനി എന്താണ്? ഇതിൻ്റെ ഉള്ളിലാണ് എംബ്രിയോ സാക്ക് എന്നറിയപ്പെടുന്ന ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലെ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ, പൊള്ളൻ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും, ഹാപ്ലോയിഡ്. അതാണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. അതുപോലെ ഇതാണ് ഓവറി എന്ന് പറയുന്നത് മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്റ്റോക്കാണ് ഫ്യൂണിക്കിൾ. പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ബോഡി ഓഫ് മെഗാസ്പൊറാഞ്ചിയം വിത്ത് ദാറ്റ് ഓഫ് ദി സ്റ്റോക്ക് ഈസ് നോൺ ആസ് ഹൈലം. അത് കഴിഞ്ഞിട്ട് ദ ബോഡി ഓഫ് ഓവ്യൂൾ ഓർ മെഗാസ്പൊറാഞ്ചിയം ഹാവ് 2 കവറിങ്സ്. ഔട്ടർ കവറിങ് ഈസ് നോൺ ആസ് ഔട്ടർ ഇൻറ്റെഗുമെൻറ്റ്. പ്രൊട്ടക്റ്റീവ് കവറിങ്ങിന് പറയുന്ന പേരാണ് ഔട്ടർ ഇൻറ്റെഗുമെൻറ്റ്. ആൻഡ് അതിൻ്റെ ഉള്ളിലുള്ള ലെയറിനെ പറയുന്ന പേരാണ് ഇന്നർ ഇൻറ്റെഗുമെൻറ്റ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുക. ഈ ഇൻറ്റെഗ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു എൻഡിൽ ഇൻറ്റെഗ്മെൻറ്റ്സിന് ഒരു ചെറിയ ഓപ്പണിങ് കാണപ്പെടും അല്ലേ? ഇവിടെ ഈ റീജിയനിൽ ഇൻറ്റെഗ്മെൻറ്റ്സിന് ഒരു ഓപ്പണിങ് ഓർ പോറ് കാണപ്പെടും. ഈ റീജിയനെ പറയുന്ന പേരാണ് ഓപ്പണിങ്. ഇൻറ്റെഗ്മെൻറ്റ്സിന് ഓപ്പണിംഗ് ഉള്ള എൻഡിനെ പറയുന്ന പേരാണ് മൈക്രോപൈലാർ എൻഡ് ഓർ മൈക്രോപൈൽ എന്ന് പറയുന്നതും മൈക്രോപൈലാർ എൻഡ് എന്ന് പറയുന്നതും ഇൻറ്റെഗ്മെൻറ്റ്സിന് സ്മോൾ ഓപ്പണിംഗ് ഓർ പോറുള്ള റീജിയനാണ്. ഈ മൈക്രോപൈലാർ എൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ എൻഡിനെ പറയുന്ന പേരാണ് ചലാസൽ എൻഡ്. എന്താ പറയുക? ചലാസൽ എൻഡ്. ഇനി ശ്രദ്ധിക്കാം, ഇൻറ്റെഗ്മെൻറ്റ് കഴിഞ്ഞിട്ട് എന്ത് കാണപ്പെടും? ഇൻറ്റെഗ്മെൻറ്റ് ഉള്ളിലായിട്ട് നമുക്ക് എന്ത് കാണപ്പെടും? ഒരു മാസ് ഓഫ് ടിഷ്യൂസ് കാണപ്പെടും. ഈ ടിഷ്യൂസിനെ പറയുന്ന പേരാണ് ന്യൂസെല്ലസ്. എന്താ പറയുക ഇതിനെ? ന്യൂസെല്ലസ്. ഇൻറ്റെഗ്മെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഈ മാസ് ഓഫ് സെൽസ് ഓർ ടിഷ്യൂസിനെ പറയുന്ന പേരാണ് ന്യൂസെല്ലസ് എന്നറിയപ്പെടുന്നു. ഈ ന്യൂസെല്ലസിൻ്റെ പ്രത്യേകത എന്താണ്? ഓവ്യൂളിൻ്റെ ഉള്ളിൽ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിന് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. നറിഷ്മെൻറ്റ് ടു ഡെവലപ്പിംഗ് എംബ്രിയോ സാക്ക്. എന്താണ് എംബ്രിയോ സാക്ക്? നമ്മൾ പഠിച്ചു. എംബ്രിയോ സാക്ക് ഈസ് ദ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഓഫ് ദി ഫ്ലവർ ആൻഡ് പൊളൻ ഗ്രെയിൻ ഈസ് ദ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഓഫ് ദി ഫ്ലവർ. ഓക്കെ, അപ്പോൾ ഉള്ളിൽ ഒരു ചെടി നമ്മൾക്കറിയാം, ഒരു ഫ്ലവർ ബണ്ട് ഉണ്ടായ ഉടനെ തന്നെ അതിൻ്റെ ഉള്ളിൽ എംബ്രിയോ സാക്കും എഗ്ഗും ഓവൊന്നും ഉണ്ടാവില്ല. ജനിച്ച ഉടനെ ഓവം പ്രൊഡ്യൂസ് ചെയ്യോ? ഫീമെയിൽ ഗ്യാമറ്റ് ഇല്ല. നമ്മളെപ്പോലെ തന്നെ ഒരു വയസ്സുള്ള കൊച്ചിൻ്റെ യൂട്രസിൽ ഓവറിയിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല. ആ കൊച്ചിന് മെച്യൂരിറ്റി എത്തുമ്പോഴാണ് മന്ത്ലി ഒരു മെൻസ്ട്രുവൽ സൈക്കിളിൽ ഒരു 14th 15th ഡേ ആകുമ്പോൾ ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിന് മെച്യൂറേഷൻ സംഭവിച്ചിട്ട് അത് മെച്യൂർ ആകുമ്പോൾ ഉള്ളിൽ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവും. അതാണ് എംബ്രിയോ സാക്ക്. അതിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഓർ ഓവം ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു യങ് ഫ്ലവർ ബെഡിൽ എന്താ കാണാൻ നമ്മൾ? ഒരു ചെറിയൊരു ഫ്ലവർ ബെഡ്. ഓക്കെ, വിരിഞ്ഞിട്ടില്ലാത്തൊരു ഫ്ലവറിൽ ഔട്ടർ ഇൻറ്റെഗ്മെൻറ്റ്, ഇന്നർ ഇൻറ്റെഗ്മെൻറ്റ്, അതിൻ്റെ ഉള്ളിലായിട്ട് എന്തുണ്ടായിരിക്കും? യങ് ഫ്ലവർ ബെഡിൽ എന്തുണ്ടായിരിക്കും? ന്യൂസെല്ലാസ് ടിഷ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്ലവർ മെച്യൂർ ആകുമ്പോൾ ഈ ഉള്ളിലുള്ള റീജിയനിലെ എന്നാണ് എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ പറയും. ആ എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ ന്യൂസെല്ലസ് ആണ്. അപ്പോൾ ഈ ഫ്ലവർ ബഡ് വളർന്ന് വലുതായിട്ട് മെച്യൂരിറ്റി എത്തുമ്പോൾ ഈ ന്യൂസെല്ലസിൻ്റെ ന്യൂസെല്ലസ് ന്യൂട്രീഷൻ കൊടുത്ത് അത് ഇല്ലാണ്ടാവും, ഡിസപ്പിയർ ആവും. ചിലരിൽ ഈ ന്യൂസെല്ലസിൻ്റെ ഒരു അവശിഷ്ടം കാണപ്പെടും. അത് നമുക്ക് പഠിക്കാം. പെരിസ്പെം എന്നുള്ള ടോപ്പിക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എവൻസിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ദിസ് റീജിയൻ ഈസ് ന്യൂസെല്ലസ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ന്യൂസെല്ലസ്? പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദി ഡെവലപ്പിംഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നർ മോസ്റ്റ് വോൾ ലെയർ ഓഫ് ദി മൈക്രോസ്പൊറാഞ്ചിയം ഈസ് ടപ്പീറ്റം വിച്ച് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദി ഡെവലപ്പിംഗ് പൊളൻ ഗ്രെയിൻസ്. അതുപോലെ തന്നെ ഇൻസൈഡ് ദി ഇന്നർ ഇൻറ്റെഗ്മെൻറ്റ് ദെർ ഇസ്
there is a mass of tissue is present. This region is known as nucellus. Nucellus provide nourishment to the developing embryo sac inside the ovule. Clear ആയല്ലോ? ക്ലിയർ ആയി അല്ലേ? ഇനി ഇത്രയാണ് ഒരു ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്? ദിസ് ഈസ് ദ മൈക്രോപൈലാർ എൻഡ്. ദിസ് ഈസ് ദ മൈക്രോപൈലാർ എൻഡ്. സ്മോൾ ഓപ്പണിംഗ് ഉള്ള റീജിയനാണ് മൈക്രോപൈലാർ എൻഡ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെലാസൽ എൻഡ്. ഇതിൻ്റെ സ്റ്റോക്കാണ്, ഓവലിൻ്റെ സ്റ്റോക്കാണ് ഫ്യൂണിക്കിൾ. പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് ടു ദി ബോഡി ഈസ് നോൺ എസ് സൈലം. ആൻഡ് ദ protective covering is known as integuments, outer and inner integument. Inside the inner integument there is a tissue region is present which is known as nucellus, which provide nourishment to the developing pollen grains. ഓക്കെ, ഇനി ഈ ഫ്ലവർ ബഡ് വലുതാവുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഓവറി വലുതാവും, ഓവറിൻ്റെ ഉള്ളിൽ ഓവിലിന് മെച്ചുറേഷൻ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നോക്കുക, ഒരു യങ് ഫ്ലവർ ബഡിൽ എന്താണ്ടാവും? അവിടെ മുഴുവൻ എന്താണ് ഈ ഭാഗത്ത് മുഴുവൻ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എന്ത് സെൽസ് ഉണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള പൊള്ളൻ മദർ സെൽസ് ഉണ്ടായിരുന്നു അല്ലേ? അതുപോലെ ഇവിടെയും ഈ ഭാഗത്ത് എന്തുണ്ടായിരുന്നു? ഡിപ്ലോയിഡ് ആയിട്ടുള്ള പൊള്ളൻ മദർ സെൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തുണ്ടായിരുന്നു? പൊള്ളൻ മദർ സെൽസ് അല്ല, പൊള്ളൻ മദർ സെല്ലല്ല, മെഗാസ്പോർ മദർ. പൊള്ളൻ മദർ സെൽസ് എവിടെയാണ് ഉണ്ടാവുക? നമ്മളെ മൈക്രോസ്പോറോജിൻസിസിൽ. അപ്പോൾ ഈ എല്ലാ ഭാഗത്തും എന്തുണ്ടായിരുന്നു? ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ല് ഉണ്ടായിരുന്നു. ഓക്കെ, നിറയെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലാണ് ഈ ഭാഗത്ത്. ഓക്കെ, ഇനി ഈ ഫ്ലവറിന് മെച്ചുറേഷൻ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എംബ്രിയോസാക്ക് എങ്ങനെ ഉണ്ടാവുന്നു? ഈ റീജിയനിലുള്ള ഒരു മെഗാസ്പോർ മദർ സെൽ. നമുക്കറിയാം മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് പൊള്ളൻ മദർ സെൽസ് ഉണ്ട്. ഈ എല്ലാ പൊള്ളൻ മദർ സെൽസിനും മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അതിൽ നിന്ന് മിക്കവാറും മെജോറിറ്റി പൊള്ളൻ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അതിൽ നിന്ന് 4 പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നു. ഈ 4 ഓരോ പൊള്ളൻ ഗ്രെയിൻസിൽ നിന്നും 2 വീതം മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ധാരാളം മില്യൺസ് ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഫീമെയിൽസ് ആണ്. ഓക്കെ, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൽ ഗ്യാമീറ്റ്സ് ഫീമെയിൽ ഫ്ലവറിലേക്ക് എത്തിക്കോളും. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ആകെ ഒരേ ഒരു ഓവേ ഉണ്ടാവുള്ളൂ. റെയറായിട്ട് 2 3 ഒക്കെ ഉണ്ടാവും. ഓക്കെ, നോർമലി ഒരേ ഒരു ഓവേ ഉണ്ടാവുള്ളൂ, ഒരേ ഒരു ഓവ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എല്ലാ മെഗാസ്പോർ മദർ സെൽസിനും അപ്പോൾ ഇവിടെ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഈ റീജിയനാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഈ റീജിയനിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതിന് മാത്രമാണ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നുള്ളൂ? ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു മൈക്രോപൈലാർ റീജിയനിലുള്ള മെഗാസ്പോർ മദർ സെൽസിനാണ് മിയോട്ടിക് ഡിവിഷൻ നടക്കുള്ളൂ. ബാക്കിയുള്ള ഒന്നിനും നടക്കില്ല. അപ്പോൾ മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്നത് ആരാണ്? മെഗാസ്പോർ മദർ സെൽ നിയർ ദി മൈക്രോപൈലാർ ടിപ്പ് അണ്ടർഗോ. ഈ മെഗാസ്പോർ മദർ സെൽസിന് ഇതാണ് മെഗാസ്പോർ മദർ സെൽ. ഈ മെഗാസ്പോർ മദർ സെൽസിന് മാത്രമാണ് എന്ത് നടക്കുന്നുള്ളൂ? മിയോസിസ് അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ ഓർ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, ഈ സെല്ലിൽ നിന്നാണ് നമ്മുടെ എംബ്രിയോ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള ആരുണ്ടാകുന്നുള്ളൂ? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എംബ്രിയോസാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എവിടെ നിന്നാണ്? ഈ ഒരു മെഗാസ്പോർ മദർ സെൽ ഫൗണ്ട് അറ്റ് ദി ടിപ്പ് ഓഫ് ദി മൈക്രോപൈലാർ എൻഡിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന മെഗാസ്പോർ മദർ സെല്ലിനാണ് എന്ത് സംഭവിക്കുന്നത്? മിയോട്ടിക് ഡിവിഷനൊക്കെ നടന്നിട്ട് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് എന്ത് സംഭവിക്കുന്നു? ഇതാണ് ഒരു മെഗാസ്പോർ അല്ലേ? മെഗാസ്പോർ ഇതെന്താണ്? മെഗാസ്പോർ മദർ സെല്ലാണ്. ഈ മെഗാസ്പോർ മദർ സെൽസിന് മിയോസിസ് നടക്കും. മിയോസിസ് നടന്നാൽ ഇതിൽ നിന്ന് ഒരു മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് ഒരു സിംഗിൾ സെല്ലിന് മിയോസിസ് നടന്നാൽ അതിലെന്താ ഉണ്ടാവുക? മിയോസിസ് നടന്നാൽ 4 മെഗാസ്പോർസ് ഉണ്ടായിരിക്കും. ഈ 4 മെഗാസ്പോർസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? 1 above the other ആയിട്ട് ലീനിയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് ലീനിയർ ടെട്രാഡ്. എന്താ പറയുക?
ലീനിയർ ടെട്രാഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോപൈലാർ റീജിയൻ എങ്കിൽ ഇവിടുത്തെ മെഗാസ്ഫോർ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്തുണ്ടായിരിക്കും? 4 മെഗാസ്പോർസ് വൺ എബോവ് ദി അതർ എന്നുള്ള പോലെ ലീനിയർ ആയിട്ട് കാണപ്പെടും. പൊള്ളൻ ടെട്രാഡ് എങ്ങനെയായിരുന്നു? സ്ഫെറിക്കലായിരുന്നു അല്ലേ, ഇങ്ങനെയായിരുന്നു. ഇവിടെ ഒന്നിന് മുകളിൽ മറ്റൊന്ന് എന്നുള്ള പോലെ ലീനിയർ ആയിട്ട് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ അറേഞ്ച് ചെയ്യും. ഇതേതാണ് മൈക്രോപൈലാർ റീജിയനിൽ. ഇനി ഇതിലെന്ത് സംഭവിക്കുന്നു? ഈ 4 മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുന്നു. ഈ ലീനിയർ ടെട്രാഡ് ആയിട്ടുള്ള 4 മെഗാസ്പോർസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന 4 മെഗാസ്പോറിൽ എല്ലാത്തിൽ നിന്നും എന്തുണ്ടാവോ? എംബ്രിയോ സാക്ക് ഉണ്ടാവോ? ഉണ്ടാവില്ല. ഈ 3 ഈ 4 ലീനിയർ ടെട്രാഡിലെ 3 മുകളിലുള്ള മൈക്രോപൈലാർ റീജിയനോട് അടുത്തെടുക്കുന്ന ഈ 3 ഡീജനറേറ്റ് ചെയ്ത് പോകും. ഈ ഒരാൾ മാത്രമാണ് ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ദിസ് മെഗാസ്പോർ ഈസ് നോൺ ആസ് ഫങ്ഷണൽ മെഗാസ്പോർ. അപ്പോൾ എന്താ ഇത്രയും നമ്മൾ പറഞ്ഞത്? വൺ ഓഫ് ദി മെഗാസ്പോർ മദർ സെൽ നിയർ ദി മൈക്രോപൈലാർ എൻഡ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് 4 haploid megaspores which are arranged one above the other and it is known as linear tetrad. Okay, out of these 4 megaspores, 3 near the micropylar and or above undergo degenerations and only one in the bottom becomes a functional and this megaspore is known as functional megaspore. Okay, so the development of embryo sac or female gametophyte is from this functional megaspore only, this one functional megaspore only. Hence the development of embryo sac is known as monosporic. Very 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 important question. എന്തുകൊണ്ടാണ് എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റിനെ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ കാരണം? അതാണ് അതിനുള്ള ആൻസർ. എന്താ പറയുക? എവിടെ തൊട്ട് പറയും? നമ്മൾ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ പറയാം, ജസ്റ്റ് ഒന്ന് വേഗത്തിൽ. എന്നിട്ട് പറയാം, വൺ ഓഫ് ദി മെഗാസ്പോർ മദർ സെൽ നിയർ ദി മൈക്രോപൈലാർ എൻഡ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് megaspore mother cell in the micropylar undergo meiotic division and produces 4 haploid megaspores which are arranged one above the other like a linear manner and it is known as linear tetrad. In these 4 megaspore, the 3 in the above or near the micropylar and undergo degeneration and only one in the bottom remains functional and this megaspore is known as functional megaspore. Hence the development of embryo sac or female gametophyte is from this only one functional megaspore. Hence the development of embryo sac is known as monosporic. ഇതാണ് അതിനുള്ള ക്വസ്റ്റ്യൻ. Why the development of embryo sac is known as monosporic എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ഉണ്ടാകാൻ പോകുന്നത് അല്ലേ. എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് ഫിമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിരുന്നു പൊള്ളൻ ഗ്രെയിൻസ്. എങ്ങനെ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. MMCക്ക് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് നിന്ന് ധാരാളം 4 ഒരു MMC അല്ലെങ്കിൽ പൊള്ളൻ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടായി. അതുപോലെ ധാരാളം പൊള്ളൻ മദർ സെൽസിൽ നിന്ന് എല്ലാത്തിനും മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ധാരാളം പൊള്ളൻ ഗ്രെയിൻസും മെയിൽ ഗ്യാമറ്റ്സും ഒക്കെ ഉണ്ടാവും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. പക്ഷെ ഇവിടെ ഓൺലി 1 മെഗാസ്പോർ മദർ സെൽ നിയർ ദി നല്ലൊരു എൻലാർജ്ഡ് ആയിട്ടുള്ള നല്ലൊരു മെഗാസ്പോർ മദർ സെൽസിന് മാത്രമാണ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നുള്ളൂ. എന്നിട്ട് 4 ഫങ്ഷണൽ ഹാപ്ലോയിഡ് മെഗാസ്പോസ് ഉണ്ടാവും. അതിൽ 3 എണ്ണവും മുകളിലുള്ള 3 എണ്ണവും നശിച്ചു പോകും, ഡീജനറേറ്റ് ചെയ്ത് പോകും. ഒരേ ഒരാൾ ബോട്ടമിലുള്ള അടിയിലുള്ള
ഒരേ ഒരാൾ മാത്രമേ ഫങ്ഷണൽ ആവുള്ളൂ. ആ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ് നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എംബ്രിയോസാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് മോണോസ്പോറിക് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് എങ്ങനെ എംബ്രിയോസാക്ക് ഓർ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയുന്നു ഫങ്ഷണൽ മെഗാസ്പോർ എങ്ങനെ ഉണ്ടാകുന്നു. ഓക്കെ, ഫസ്റ്റ് ദീസ് ഫങ്ഷണൽ മെഗാസ്പോർ എൻലാർജസ് ഇൻ സൈസ്. ഓക്കെ, അതിൻ്റെ സൈസും അതിൻ്റെ സെല്ലിൻ്റെ സൈസൊക്കെ ഒന്ന് എൻലാർജ് ചെയ്യുന്നു. എന്നിട്ട് അത് ത്രീ സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകും. 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ. അപ്പോൾ ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷനിൽ ഈ 3 മൈറ്റോട്ടിക് ഡിവിഷൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 3 മൈറ്റോട്ടിക് ഡിവിഷനിലും ന്യൂക്ലിയർ ഡിവിഷൻ കാരിയോകൈനസിസ് മാത്രമേ നടക്കുന്നുള്ളൂ, സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഈ ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കും? ഡിവിഷൻ സംഭവിച്ചിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് 2 ഉണ്ടായി. ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ. സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ സെൽ ഒന്നും കൂടി എൻലാർജ് ആവും. സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഇതിന് ഒന്നുകൂടെ ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 2 ഉണ്ടായിരിക്കും, 4. ഇനി തേർഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. മൂന്നാമത്തെ മൈറ്റോട്ടിക് ഡിവിഷനിൽ എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് 2, ഇതിൽ നിന്ന് 2, 4 ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 4 ന്യൂക്ലിയസ് ഒരു സിംഗിൾ സെല്ലുള്ള കണ്ടീഷൻ വരും. ഇനി ഇതിൽ നിന്ന് എന്താ സംഭവിക്കുക? എന്താ ഉണ്ടാവുക? ഇതിൽ നിന്ന് നമ്മുടെ ഈ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓരോ ന്യൂക്ലിയസിനെയും കവർ ചെയ്തിട്ട് സെൽ വോൾ വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രീ ന്യൂക്ലിയർ? ഈ സക്സസീവ് ആയിട്ടുള്ള 3 മൈറ്റോട്ടിക് ഡിവിഷനും ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആയിരുന്നു. ഓക്കെ, ഈ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡിവിഷൻസ് ആർ ഫ്രീ ന്യൂക്ലിയർ, ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഡിവിഷൻസ് ആർ നോട്ട് ഫോളോഡ് ഇമ്മീഡിയറ്റ്ലി ബൈ സെൽ വോൾ ഫോർമേഷൻ. അതായത് ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞ ഉടനെ തന്നെ സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നില്ല. ഓക്കെ, ആഫ്റ്റർ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്, ആ 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ എത്തിയതിന് ശേഷം എന്താണ് ഉണ്ടാവുക? ഈ 8 ന്യൂക്ലിയസിനെയും സറൗണ്ട് ചെയ്തിട്ട് സെൽ വോൾ ഉണ്ടാവും. ഓക്കെ, ഈ 8 ന്യൂക്ലിയസിനെയും സറൗണ്ട് ചെയ്തിട്ട് സെൽ വോൾ ഉണ്ടാവുകയും ചെയ്യും. ഈ 8 സെൽസും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇവിടെ ഈ 8 സെൽസും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യും. ഇവിടെ ഈ 8 എണ്ണത്തിലെ 3 എണ്ണം മൈക്രോപൈലാർ റീജിയനിലേക്കും 2 എണ്ണം ഇതാണ് മൈക്രോപൈലാർ എൻഡ്. ഇവിടെ വരച്ച ഫിഗറിൽ ഇവിടെയാണ് മൈക്രോപൈലാർ എൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡെഗ്മെൻസിൻ്റെ പോറ് കാണപ്പെടുന്നത് ഈ റീജിയനിലായിരിക്കും. 3 എണ്ണം മൈക്രോപൈലാർ എൻഡിലും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ വരച്ചാലാണോ മൈക്രോപൈലാർ എൻഡ് എന്ത് ഇവിടെ വരച്ചെന്ന് ചോദിക്കരുത്. ഇവിടെ മൈക്രോപൈലാർ എൻഡ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഓവ്യൂളിൻ്റെ ഇവിടെ മൈക്രോപൈലാർ എൻഡ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുന്നത് ഇൻഡെഗ്മെൻസിൻ്റെ ഓപ്പണിംഗ് കാണുന്നത് ഈ സൈഡിലായിരിക്കും. മുകളിലാണ് മൈക്രോപൈലാർ എൻഡ് വരയ്ക്കുന്നെങ്കിൽ ഇൻഡെഗ്മെൻസിൻ്റെ ഓപ്പണിംഗ് കാണുന്നത് എവിടെയായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൈക്രോപൈലാർ എൻഡ് ആണെങ്കിൽ ഇവിടെ ചലാസൽ എൻഡ് അല്ലേ. ചലാസൽ എൻഡിലും ഈ എത്രയാണ് ഇവർക്ക് ഓരോരുത്തർക്കും സെല്ല് വരും. ഈ സെല്ല് വന്നിട്ട് അതായത് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ കഴിയുമ്പോൾ ഇവരുടെ ഓരോ ന്യൂക്ലിയസിനെയും സറൗണ്ട് ചെയ്തിട്ട് ഒരു സെൽ വോൾ വരും. അപ്പോൾ 8 സെൽസ് 8 ന്യൂക്ലിയസ് ആവും. ഈ 8 സെൽസ് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 3 എണ്ണം മൈക്രോപൈലാർ റീജിയനിലേക്ക് പോകും, 3 എണ്ണം ചലാസൽ എൻഡിലേക്ക് പോകും, 2 സെൽ അല്ലേ, 2 സെല്ല് വിത്ത് ഓരോ ന്യൂക്ലിയസും ആയിട്ടുള്ളത് സെൻറ്ററിലേക്ക് പോകും. ഓക്കെ, ഈ മൈക്രോപൈലാർ എൻഡിൽ എത്തിയ ഈ 3 ആൾക്കാരെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ്. ഈ 3 ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് എന്താ പറയുക? എഗ് അപ്പാരറ്റസ് എന്ന് പറയും. ഓക്കെ, ഇതിൽ സെൻറ്ററിലുള്ള ഈ മിഡിൽ വണ്ണിനെ പറയുന്ന പേരാണ് എഗ് ഓർ ഓവം ഓർ ഫീമെയിൽ ഗാമൈറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ 3 എണ്ണത്തിനെയും കളക്റ്റീവ്ലി എന്താ പറയുക? എഗ് അപ്പാരറ്റസ് എന്ന് പറയും. ഈ എഗ് അപ്പാരറ്റസിൽ മിഡിൽ വണ്ണിനെ എന്താ പറയുക?
എഗ് ഓർ ഓവം ഓർ ഫിമെയിൽ ഗ്യാമേറ്റ് എന്ന് പറയും അല്ലേ. ഇനി ഈ രണ്ടാൾക്കാരെ പറയുന്ന പേരാണ് ഇത് മൈക്രോപൈലാർ എൻഡ് ആണ് കേട്ടോ. ഇത് മൈക്രോപൈലാർ എൻഡ്. ഇവരെ രണ്ട് പേരെ മാത്രം പറയുന്ന പേരാണ് സൈനർഗിഡ്സ്. എന്താ പറയുക? സൈനർഗിഡ്സ്. ഈ സൈനർഗിഡ്സിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു പ്രത്യേക തരം തിക്കനിങ് കാണപ്പെടും. ഈ തിക്കനിങ്ങിനെ പറയുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഫിലിഫോം അപ്പാരറ്റസ്. ഇത് MCQ നെറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് ഉള്ളത് ആർക്കാണ്? എഗ് അപ്പാരറ്റസിലെ എഗ് ഒഴിച്ച് ബാക്കിയുള്ള 2 സെൽസ് അവരെ പറയുന്ന പേരാണ് സൈനർഗിഡ്സ്. സൈനർഗിഡ്സ് പോസസ് എ സ്പെഷ്യൽ തിക്കനിങ് ഇൻ ഇറ്റ്സ് എൻഡ്. ദിസ് ഈസ് നോൺ ആസ് എന്താ പറയുക? ഫിലിഫോം അപ്പാരറ്റസ്. എന്താണ് ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു മൈക്രോപൈലാർ എൻഡാണ് അല്ലേ. ഈ മൈക്രോപൈലാർ, ഓവ്യൂളിൻ്റെ മൈക്രോപൈലാർ, ഇവിടെയാണ് ഇൻഡെഗ്മെൻസ് ഉള്ളത്. അപ്പോൾ ഒരു പൊള്ളൻ ട്യൂബ് ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്നും എല്ലായിടത്തും കവർ ചെയ്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് എനിക്കിൻ്റെ അടുത്തേക്ക് പോവുക? ഇതൊരു പൊള്ളൻ ട്യൂബാണെങ്കിൽ സ്റ്റാലിൻ്റെ ഉള്ളിൽ കൂടെ ഈ മൈക്രോപൈലാർ എൻഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് അത് എഗ്ഗിലേക്ക് എത്തുക ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാലും സൈനർഗിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാലും ഏത് ചോദിച്ചാലും ഈ ഒരു ഫംഗ്ഷൻ ഏതാ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സൈനർഗിഡ്സ് ഓർ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡയറക്റ്റിംഗ് ദ pollen tube towards the female gamete egg or ovum for fertilization. അതായത് ഫെർട്ടിലൈസേഷന് വേണ്ടി പൊള്ളൻ ട്യൂബിനെ ഫീമെയിൽ ഗ്യാമൈറ്റ് ആയിട്ടുള്ള എഗ്ഗിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിലിഫോം അപ്പാരറ്റസ് ഓർ സൈനർഗിഡ്സിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്? ഇതൊരു എംബ്രിയോസാക്കാണ്. ഈ എംബ്രിയോസാക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു ഫങ്ഷണൽ മെഗാസ്പോറിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ്. അങ്ങനെ ഒരു 8 ന്യൂക്ലിയസ് ഉണ്ടാവും, ഫ്രീ ന്യൂക്ലിയസ്. ഈ 8 ന്യൂക്ലിയസ് ഉണ്ടായ ഉടനെ കുറച്ച് കഴിയുമ്പോൾ ഈ ഓരോ ന്യൂക്ലിയസിനും സറൗണ്ട് ചെയ്തിട്ട് സെൽ വോൾ വരും. സെൽ വോൾ ഉണ്ടായതിനു ശേഷം ഈ 8 സെൽസും ഒരു പർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യും. 3 എണ്ണം മൈക്രോപൈലാർ റീജിയനിലും അറേഞ്ച് ചെയ്തവനെ പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. അതിലെ മിഡിൽ വണ്ണിന് എന്ത് പറയും? എഗ് എന്ന് പറയും. റിമൈനിങ് 2 എഗ് ഒഴിച്ച് ബാക്കിയുള്ള 2 ആൾക്കാരെ എന്ത് പറയും? സൈനർഗിഡ്സ് എന്ന് പറയും. സൈനർഗിഡ്സിൻ്റെ ടിപ്പിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തിക്കനിങ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് ചോദിച്ചാലും സൈനർഗിഡ്സ് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരം ഇതാ: ഡയറക്റ്റിംഗ് ദ pollen tube with the male gametes towards female gametic or ovum for fertilization. അതാണ് ഇവരുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ചലാസൽ എൻഡിലുള്ള ആളുടെ പേരാണ്. ചലാസൽ എൻഡിലുള്ള ഇയാളെ പറയുന്ന പേരാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇവരെ പറയുന്ന പേരാണ്, ഈ 3 ആൾക്കാരെയും പറയുന്ന പേരാണ് കളക്റ്റീവ്ലി ആൻറ്റിപോഡൽസ്. ഓക്കെ, ഇനി നമ്മൾ സെൻറ്ററിൽ 2 പേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ 2 പേരെ പറയുന്ന പേരാണ് പോളാർ ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയൈ. എന്താ പറയുക ഇപ്പോൾ? പോളാർ ന്യൂക്ലിയൈ. ഇതെന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് മെച്യൂരിറ്റിയിൽ എത്തിയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓവറിയുടെ അല്ലെങ്കിൽ ഓവ്യൂളിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ അല്ല. ഓക്കെ, അതായത് അത് റെഡി ആവാണ് ഫെർട്ടിലൈസേഷന് വേണ്ടി അറ്റ്മോസ്റ്റ് മെച്യൂരിറ്റിയിലെത്തി നിൽക്കുന്ന ഒരു എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്, ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഒരു എംബ്രിയോസാക്ക് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി എത്താത്ത എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് 8 സെൽ വിത്ത് 8 ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 8 സെൽ വിത്ത് 8 ന്യൂക്ലിയസ് ആണ് ഈ മെച്യൂർ ആവാത്ത ഈ എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെച്യൂർ എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചറാണ്. അറ്റ്മോസ്റ്റ് മെച്യൂരിറ്റി എത്തുമ്പോൾ എംബ്രിയോസാക്ക് എങ്ങനെയിരിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആണ്, അപ്പോൾ ശ്രദ്ധിക്കുക. ഇതാണ് എംബ്രിയോസാക്ക്. ഈ എംബ്രിയോസാക്കിൻ്റെ മൈക്രോപൈലാർ എൻഡ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ 2 ആൾക്കാരാണ്. ആരാണ് 2 ആൾക്കാർ? ആരാണ്? ഇതിനെ കളക്ട് ചെയ്യില്ല. 3 സെൽസ് ഉണ്ട് വിത്ത് 3 ന്യൂക്ലിയസ് ആണ്. ഇതിലെ സെൻറ്റർ 1 ഈസ് ദ എഗ് ഓർ ഓവം, ഹാപ്ലോയിഡ് എഗ് ഓർ ഓവം. ഇതിനെ 2 പറയുന്ന പേരാണ് സൈനർഗിഡ്സ്. ഇവിടെ ഒരു തിക്കനിങ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഫിലിഫോം
ഫിലിഫോം അപ്പാരറ്റസ്. അതിലൊന്നും ചേഞ്ചില്ല, കറക്റ്റാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു 3 ചലാസെൽ എൻഡിൽ ഒരു 3 സെൽസ് അറേഞ്ച് ചെയ്യും വിത്ത് 3 ന്യൂക്ലിയസ്. ഇവരെ പറയുന്ന പേരാണ്, ഇവരെ കളക്റ്റീവിലെ 3 പേരെ ഒരുമിച്ച് പറയുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അറ്റ്മോസ്റ്റ് മെച്യൂരിറ്റിയിലെത്തിയിട്ടുള്ള ഒരു എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ 7 സെൽഡ് വിത്ത് 8 ന്യൂക്ലിയസ് ആണ്. 7 സെൽ വിത്ത്, ഇത് 8 സെൽ വിത്ത് 8 ന്യൂക്ലിയസ് ആയിരുന്നു. മെച്യൂർ എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 7 സെൽസ് വിത്ത് 7 ന്യൂക്ലിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് 7, അതായത് അറ്റ്മോസ്റ്റ് മെച്യൂരിറ്റിയിൽ എത്തുമ്പോൾ നമ്മളിവിടെ പ്രീവിയസ് ഫിഗറിൽ കണ്ടു 2 സെൻറ്ററിൽ 2 ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയസ് ഉണ്ട്. ഇത് രണ്ടും ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു ഡിപ്ലോയിഡ് സെക്കൻഡറി പോളാർ ന്യൂക്ലിയൈ. ഇങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം 8 സെല്ലും 8 ന്യൂക്ലിയസ് ഉള്ളപ്പോൾ അതിന് പറയുന്ന പേര് ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയസ് എന്നാണ്. ഈ ഡിപ്ലോയിഡ് കണ്ടീഷനിലായപ്പോൾ അതിൻ്റെ പേര് മാറി സെക്കൻഡറി പോളാർ ന്യൂക്ലിയൈ അല്ലെങ്കിൽ സെൻട്രൽ സെൽ, ഡിപ്ലോയിഡ് സെൻട്രൽ സെൽ എന്നാണ് ഇത് അറിയപ്പെടുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ മെച്യൂർ എംബ്രിയോസാക്കിന് എത്ര സെല്ലുണ്ട്? 1 2 3 4 5 6 7. ഓക്കെ, 7 സെൽ വിത്ത് എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 8 ന്യൂക്ലിയസ്. 1 2 3 4 5 6 8. ഓക്കെ, അപ്പം മെച്യൂർ എംബ്രിയോസാക്കിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 7 സെൽ വിത്ത് 8 ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, 7 സെൽഡ് എക്സ്പ്ലെയിൻ ദ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ഓഫ് ദി എംബ്രിയോസാക്ക് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഫോംഡ് എന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ വൺസ് മോർ ഒന്നുകൂടെ പറയാം. വൺ ഓഫ് ദി megaspore in the micropylar and undergo meiotic division and produces 4 megaspores which are arranged one above the other and form a linear tetrad. In this linear tetrad, 3 in the above or in the micropylar region degenerates, 1 in the bottom only remains functional, and this megaspore is known as functional megaspore. The female embryosac or the female gametophyte or the embryosac is developed from this functional megaspore. Hence, the development of embryosac is known as monosporic development. And this functional megaspore undergo 3 repeated mitotic division and produces a single cell with 8 nucleus. That means the first 3 mitotic divisions are free nuclear division. That is, only nuclear division is happen. Cell wall formation is not takes place immediately. Okay, 7 cell. And after 8 nucleus are formed, each 8 nucleus are surrounded by a cell wall and 8 cells are formed. Now the condition of embryosac is 8 cells with 8 nucleus. And then these 8 nucleus are arranged in a particular manner. 3 are arranged in the micropylar and that is known as the egg apparatus. Egg apparatus, the central one is known as the egg or female gamete or ovum. The remaining 2 is known as the synergates with the thickening filiform apparatus which helps in directing the pollen tube towards the female gamete for fertilization. Okay, clear ayalo? Next the chelacel and 3 cells are arranged which is known as antipodals, and in the center 2 haploid polar nuclei are arranged. But in the utmost maturity of the flower, the mature embryosac consists of 7 cells with 8 nucleus. Okay, the premature embryosac we already discussed that's 8 cells with 8 nucleus ആയിരുന്നു. അതിൽ മെച്യൂർ എംബ്രിയോസ് ആകുമ്പോൾ കണ്ടീഷൻ മാറി 7 cells with 8 nucleus ആവും. അതെങ്ങനെയാണ്? ദ സെൻറ്ററിലുള്ള ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ്ഡ് ടുഗദർ ടു ഫോം എ ഡിപ്ലോയിഡ് സെൻട്രൽ സെൽ. ക്ലിയർ? ഇത്രയാണ് നമ്മൾ മെഗാസ്പോറോജെനിസിസിൽ എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളത് വരെ പറഞ്ഞു. എംബ്രിയോസാക്കിൽ എഗ്ഗ് ഉണ്ടായി. ഇത്രയാണ് മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കിൽ വരുന്ന പോയിൻറ്റ്സ്. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി അല്ലേ? ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ എവൻസിൽ ഗൈനീഷ്യം മൈക്രോസ്പോറോജെനിസിസ് ആൻഡ്രീഷ്യം മൈക്രോസ്പോറോജെനിസിസ്, ഗൈനീഷ്യം മെഗാസ്പോറോജെനിസിസ് എങ്ങനെ എംബ്രിയോസാക്ക് ഉണ്ടാവുന്നു. ഇപ്പോൾ നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് വഴി മെച്ചുറായിട്ടുള്ള ഒരു പൊളൻ ഗ്രെയിൻസ് വിത്ത് 2 മെയിൽ ഗാമേറ്റ്സും റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെന്താണ്
മെഗാസ്പോറോജെൻസിസ് എന്ന പ്രോസസ്സ് കഴിയുമ്പോൾ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക്കും റെഡി ആയിട്ടിരിക്കുകയാണ് ഫെർട്ടിലൈസേഷന് വേണ്ടി അല്ലേ. അപ്പോൾ നമുക്കിനി ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ പൊളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലെത്തിയിട്ട് സ്റ്റൈൽ കൂടെ വന്നിട്ട് ഓവറിലെത്തിയിട്ട് ഓവിലിൻ്റെ മൈക്രോപൈലർ റീജിയനിൽ കൂടെ വന്നിട്ട് എന്താണ് എഗ്ഗായിട്ട് ഫ്യൂസ് ചെയ്യണം അല്ലേ ഫെർട്ടിലൈസേഷൻ. അത് പോളിനേഷൻ എന്നുള്ള ടോപ്പിക്കിൽ പറയും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പൊളൻ ഗ്രെയിൻസിൻ്റെയും എംബ്രിയോസാക്കിൻ്റെയും സ്ട്രക്ചർ ഓൾറെഡി പഠിച്ച സ്ഥിതിക്ക് നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ ആവുന്ന കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി ഇത് രണ്ടും പഠിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേമിൽ ഫെർട്ടിലൈസേഷൻ നടക്കുക എന്നുള്ളത് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ടോപ്പിക്കിലാണ് വരുന്നത് ഫെർട്ടിലൈസേഷൻ അല്ലേ. പക്ഷേ നമുക്ക് ഇവിടെ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുക, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് രണ്ടും റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് കൂടെ പഠിക്കാം. ഓക്കെ, സീക്വൻഷ്യൽ എവൻസ് നോക്കുമ്പോൾ പോളിനേഷൻ കഴിഞ്ഞിട്ടാണ് പൊളിനേറ്റിംഗ് ഏജൻസ് ഈ ഒരു ടോപ്പിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെർട്ടിലൈസേഷൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പേംസിനെ കുറിച്ച് പറയാൻ പോവാണ് കേട്ടോ. ഓക്കെ, fertilization in angiosperm. The fertilization is angiosperm is known as double fertilization or triple fusion. എന്തുകൊണ്ടാണ് ഈ ഒരു ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നും ട്രിപ്പിൾ ഫ്യൂഷൻ എന്നും പറയാൻ കാരണം? അതാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നും ട്രിപ്പിൾ ഫ്യൂഷൻ എന്നൊക്കെ ആൻജിയോസ്പേമിൻ്റെ ഫെർട്ടിലൈസേഷനെ എന്തുകൊണ്ടാണ് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോവാണ്. ഇതാണ് എംബ്രിയോസാക്ക്. എംബ്രിയോസാക്ക് എവിടെ ഉണ്ടാവുക? ഓവ്യൂളിൽ ഇവിടെ മൈക്രോപൈലർ റീജിയനാണ്, ഇവിടെ ഒരു മൈക്രോപൈലർ റീജിയനാണ്, ഓവ്യൂളിലാണ്. ഓക്കെ, ഇത് ഓവ്യൂളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? സ്റ്റിഗ്മേൻ്റെ ഉള്ളിൽ, ഓവറിയുടെ ഉള്ളിലാണ്. ഓക്കെ, ഇത് സ്റ്റിഗ്മ. അപ്പോൾ ഇവിടെ ഒരു പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മ, വലിയൊരു സ്റ്റിഗ്മ ഇവിടെ വന്ന് പതിച്ചു. അപ്പോൾ ഈ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലെ രണ്ട് മെയിൽ ഗ്യാമൈറ്റ്സ്, പൊള്ളൻ ഗ്രെയിൻസിന് ഒരു പൊള്ളൻ ട്യൂബ് വരും, ആ പൊള്ളൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് രണ്ട് മെയിൽ ഗ്യാമൈറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ ഈ പൊള്ളൻ ഗ്രെയിൻസ് ഇത് രണ്ട് മെയിൽ ഗ്യാമൈറ്റ്സ് പൊള്ളൻ ട്യൂബ് എവിടേക്ക് വരും? എംബ്രിയോസാക്കിൻ്റെ മൈക്രോപൈലർ റീജിയനിലേക്ക് വരും. ഇതിൽ രണ്ടിൽ എന്തുണ്ട്? രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റൈലിൻ്റെ ഉള്ളിൽ കൂടെ പൊള്ളൻ ട്യൂബ് വിത്ത് 2 മെയിൽ ഗ്യാമൈറ്റ്സ് മൈക്രോപൈലർ റീജിയനിൽ വരും. മൈക്രോപൈലർ റീജിയനിൽ ഇവിടെ എഗ് ഉണ്ട്, ഇവിടെ എഗ് സൈനർഗിറ്റ്സ് ഉണ്ട്, ഇവിടെ ആൻറ്റിപോഡൽസ് ഉണ്ട്, ഇവിടെ ഡിപ്ലോയിഡ് 2N ആയിട്ടുള്ള സെൻട്രൽ സെല്ലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് മെയിൽ ഗ്യാമൈറ്റ്സ് ആണുള്ളത് N കണ്ടീഷനിലുള്ള. അപ്പോൾ ഫസ്റ്റ് മെയിൽ ഗ്യാമൈറ്റ് ഫ്യൂസ് വിത്ത് ഹാപ്ലോയിഡ് എഗ് അല്ലേ. ഫസ്റ്റ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് വിത്ത് ഹാപ്ലോയിഡ് എഗ് ആൻഡ് സൈഗോട്ട് ഈസ് ഫോംഡ് ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സിങ്കമി. ഈ ഫ്യൂഷനെ പറയുന്ന പേരാണ് സിങ്കമി. ഇനി രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ്സിന് എന്ത് സംഭവിക്കുന്നു? സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് വിത്ത് സെൻട്രലിലുള്ള, ഇത് ആരായിട്ട് ഫ്യൂസ് ചെയ്യും? സെൻട്രലിലുള്ള ഡിപ്ലോയിഡ് സെൻട്രൽ സെല്ലായിട്ട് ഫ്യൂസ് ചെയ്യും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റ്സ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആരായിട്ട്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൻട്രൽ സെല്ലായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് എന്താ ഉണ്ടാവുക? ട്രിപ്ലോയിഡ് കണ്ടീഷനിലുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഓർ പെൻ ഉണ്ടാവും. ഇതിന് മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടാണ് നമ്മുടെ എൻഡോസ്പേം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സൈഗോട്ടിൽ നിന്ന് ആരുണ്ടാവും? സൈഗോട്ട് മെച്ചുർ ചെയ്തിട്ട് അതിന് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുമ്പോൾ വളർന്ന് വലുതായിട്ട് അതിൽ നിന്ന് എംബ്രിയോ ഉണ്ടായിട്ട് പുതിയ എംബ്രിയോയിൽ നിന്ന് മുളപ്പും ചെടിയൊക്കെ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ആൻജിയോസ്പേമിൻ്റെ ഫെർട്ടിലൈസേഷനിൽ രണ്ട് ടൈപ്പ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ദ ഫ്യൂഷൻ ഓഫ് ഫസ്റ്റ് മെയിൽ ഗ്യാമേറ്റ്സ് വിത്ത് ദ എഗ് ഓർ ഓവം ഇൻ ദ എഗ് അപ്പാരറ്റസ് ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സിങ്കമി. എന്താ ഇതിനെ പറയുക? സിങ്കമി എന്ന് പറയും. ആൻഡ് ദ സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ ആരായിട്ടാണ്? ഡിപ്ലോയിഡ്. ശ്രദ്ധിക്കണം, ഡിപ്ലോയിഡ് സെൻട്രൽ സെല്ലായിട്ട്. അപ്പോൾ 2N കണ്ടീഷനിലുള്ള സെൻട്രൽ സെല്ലും N കണ്ടീഷനിലുള്ള മെയിൽ ഗ്യാമേറ്റും കൂടി ചേർന്നാൽ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പെന്നിൻ്റെ ഫുൾ ഫോം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്
ഉണ്ടാകും. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ല എങ്കിൽ അതിൽ നിന്ന് അതിന് ഡെവലപ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടാകുന്ന എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഡെവലപ്പിംഗ് ആർക്കാണ്? ഡെവലപ്പിംഗ് സൈഗോട്ടിന് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എംബ്രിയോക്ക് നറിഷ്മെൻറ്റ് ഡെവലപ്പിംഗ് സൈഗോട്ട് ആൻഡ് എംബ്രിയോ അല്ലെങ്കിൽ പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ഇറ്റ് ദം. ഓക്കെ, അപ്പോൾ എന്താണ് എൻഡോസ്പേം? എൻഡോസ്പേം പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദി ഡെവലപ്പിംഗ് ആർക്കാണ്? ഡെവലപ്പിംഗ് സൈഗോട്ട് ഓർ എംബ്രിയോ. വളർന്നു വരുന്ന എംബ്രിയോ സെക്കൻഡിൻ്റെ ഉള്ളിലായിട്ടുള്ള എംബ്രിയോയ്ക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻഡോസ്പേം. അപ്പോൾ നമ്മുടെ പൊളൻ ഗ്രെയിൻസിന് നറിഷ്മെൻറ്റ് കൊടുത്തത് ടെപ്പീറ്റം, നമ്മുടെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസേക്കിന് നറിഷ്മെൻറ്റ് കൊടുത്തത് ആരാണ്? നറിഷ്മെൻറ്റ് കൊടുത്തത് ന്യൂസിലസ്. ഇവിടെ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ പ്രൈമറി ട്രിപ്പിൾ ഫ്യൂഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഫ്യൂഷനെ പറയുന്നത് സിംഗമി, രണ്ടാമത്തെ ഫ്യൂഷനെ പറയുന്നത് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇങ്ങനെ രണ്ട് ഫ്യൂഷൻ അല്ലെങ്കിൽ രണ്ട് ഫെർട്ടിലൈസേഷൻ ഉള്ളത് കൊണ്ടാണ് ആൻജിയോസ്പേമിൻ്റെ ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ ഇത് കണ്ടിന്യൂഷൻ വന്നപ്പോൾ പഠിച്ചു എന്ന് മാത്രം. ഇത് നന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്, പൊള്ളിനേഷൻ. ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഇടയിൽ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. പ്രീ ഫെർട്ടിലൈസേഷൻ എവൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രീ ഫെർട്ടിലൈസേഷൻ എവൻസ് എന്താണ്? പൊള്ളിനേഷൻ. ഇതാണ് നമ്മൾ അടുത്ത ടോപ്പിക്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സസ് നമ്മുടെ റിപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേമിൻ്റെ ഫർദർ ക്ലാസ്സസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.